ഹായ് ഓൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എ പറ്റിയാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയാണ്. ലോകത്ത് യിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് എസിൽ നടക്കുന്നത്, ചൈന, തായ്വാൻ, സൗത്ത് കൊറിയ, ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്, കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പാസീവായിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ പലർക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കൺസോൾഡേറ്റ് ചെയ്യാണ് എന്നുള്ള കാര്യം അറിയായിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്കും പോകുന്നില്ല, എന്നാൽ കാര്യമായി താഴേട്ടും വരുന്നില്ല, ഒരു റേഞ്ചിൽ കിടന്ന് ട്രേഡ് ചെയ്യുവാണ്. അതായത് ഒരു നിരാശ, ഇൻവെസ്റ്റേഴ്സിൽ ഒരു പൊതുവെ ഒരു നിരാശ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നാൽ നമ്മുടെ കോമ്പറ്റീറ്റർ രാജ്യങ്ങളായ ഫോർ എക്സാമ്പിൾ എസ് നോക്കിയാലും, ചൈന നോക്കിയാലും, തായ്വാൻ, തൊട്ടടുത്ത ആ ദ്വീപ് രാജ്യമായ, കൊച്ചു രാജ്യമായ തായ്വാൻ നോക്കിയാലും, അതുപോലെ സൗത്ത് കൊറിയയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതാണ് കഴിഞ്ഞ 2 കൊല്ലത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് ഇവിടെ സംഭവിച്ചത്. എന്ന് പറയുന്ന ടെക്നോളജിയിൽ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ കോമ്പറ്റീറ്റർ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത്ര മുന്നിലേക്ക് എത്തിയത് എന്നുള്ള വിഷയം ആണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെ പറ്റി നമ്മളൊരു പബ്ലിക് പ്ലേസിൽ, ഇപ്പൊ ട്വിറ്ററിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ സംസാരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായം വരും. ചിലർ പറയും ശരിയാണ്, നമ്മൾ ഇന്ത്യ കുറച്ച് പുറകിലാണ്, പക്ഷെ നമ്മളത് ക്യാച്ചപ്പ് ചെയ്യും, വൈകാതെ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സോ നമ്മൾ ഒരുപാട് വൈകാതെ ക്യാച്ചപ്പ് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനി അതല്ല, ഇന്ത്യ ശരിക്കും പുറകിലേക്ക് പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിലേതാണ് ആക്ച്വലി ശരിയായിട്ടുള്ള കാര്യം? അപ്പം ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് എസ് ഓഫ് കോഴ്സ്. അതുപോലെ ചൈനയുണ്ട്, തായ്വാനുണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, മറ്റു പല യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം നെതർലാൻഡ്സ് ഒക്കെ, അവിടെയൊക്കെ വളരെ ഫേമസ് ആയ പേര് കേട്ട റിലേറ്റഡ് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചത്? അപ്പം ഞാനൊരു കുറച്ച് പിന്നിലേക്ക് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കലി കുറച്ച് നോക്കി കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 25-30 കൊല്ലമായിട്ട് നമ്മൾ ആരും, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ യൂസ് ചെയ്യാത്തവരുണ്ടാവില്ല. എനിക്കറിയാം 99% എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ ആയിരിക്കും. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവാം. മേ ബി സ്റ്റഡി പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസിനായിരിക്കാം, ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പൊ നമ്മൾ തന്നെ, നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഇത് ഏത് കമ്പനി ഉണ്ടാക്കിയതാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനി ഡിസൈൻ ചെയ്തതായിരിക്കാം, അത് മാനുഫാക്ചർ ചെയ്ത് ചൈനയിലായിരിക്കാം, അതിന്റെ കമ്പോണന്റുകളിൽ പലതും വരുന്നത് തായ്വാനിൽ നിന്നായിരിക്കാം, അതുപോലെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സൗത്ത് കൊറിയൻ കമ്പനി ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഏതെങ്കിലും കമ്പനി ഡിസൈൻ ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് ഇന്ത്യൻ കമ്പനീസിനെ കാണാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികളെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ളതെല്ലാം വളരെ ചെറുതായിട്ടുള്ള ചെറിയ കമ്പോണന്റുകളാണ്. അപ്പൊ അത് ഡിസൈൻ ചെയ്യാനും അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ലാപ്ടോപ്പും അങ്ങനെ തന്നെയാണ്, വളരെ കോമ്പാക്ട് ആണ്, എന്റെ ബാറ്ററി ആണെങ്കിലും ചിപ്പ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. അപ്പൊ ഈ മേഖലയിലൊന്നും കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ട് ഒരു ഇന്ത്യൻ കമ്പനിക്കും പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എന്ന് പറയുന്നത് പെട്ടെന്ന് എവിടെന്നെങ്കിലും പൊട്ടിമുളച്ച് വരുന്നതല്ല. അല്ലെങ്കിൽ ഇന്നിപ്പോ എയില് ലീഡർ കമ്പനിയാണല്ലോ എൻവിഡിയുടെ വളർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻവിഡിയ 2 കൊല്ലം മുന്നേ 3 കൊല്ലം മുന്നേ എവിടെയായിരുന്നു? വളരെ ചെറിയൊരു കമ്പനിയായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ലാപ്ടോപ്പുകളും മറ്റേ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന കാലത്ത് എൻവിഡിയ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി മാത്രമാണ്. അപ്പൊ അതല്ലാതെ അവർക്ക് വലിയ പ്രസക്തിയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഈവൻ എൻവിഡിയ പോലും വിചാരിച്ചു കാണില്ല ഈ ഒരു ഇത്രയും വർഷം കഴിഞ്ഞ് 2025-26 കാലങ്ങളിൽ അവരൊരു ഐയിലെ ലീഡർ ആവും, അല്ലെങ്കിൽ എന്ന് പറയുന്ന ടെക്നോളജി ഇത്രയും വലുതാവുമെന്ന് എൻവിഡിയ പോലും ആന്റിസിപ്പേറ്റ് ചെയ്ത് കാണില്ല. അപ്പൊ നമ്മൾ ഇതിനൊക്കെ പറയുന്ന ഒരു ടെയിൽ വിൻഡ് ഇമ്പാക്ട് എന്നാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതിനടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെയുള്ള പല കമ്പനികൾക്കും ഉണ്ടാവും. ഇപ്പൊ TSMC ആയിക്കോട്ടെ, എൻവിഡിയ ആയിക്കോട്ടെ, സാംസങ്, കൊറിയയിലുള്ള സാംസങ് ആയിക്കോട്ടെ, SK ഹൈനിക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഇതെല്ലാം ഇവരൊന്നും ഒരു ഡീക്കേഡോ അല്ലെങ്കിൽ 2 ഡീക്കേഡോ മുന്നേ AI 2025-26 ആകുമ്പോഴേക്കും ആളുകളെല്ലാം, അല്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം യുടെ പുറകിലേക്ക് പോകുമെന്ന് കരുതിയിട്ട് അന്ന് ഇൻവെസ്റ്റ് ചെയ്തവരല്ല. അപ്പൊ അതൊരു ടെയിൽ വിൻഡ് ഇമ്പാക്ട് ആണ് ആക്ച്വലി. അവർ അന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്
അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിൽ റിസർച്ച് ചെയ്യുകയും അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അതിന് അടുത്ത ഘട്ടത്തിലേക്ക് ടെക്നോളജി വളർന്നപ്പോൾ അതിൽ അവർക്കൊരു മുൻകൈ കിട്ടിയതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 30 കൊല്ലമായിട്ട്, ഏറ്റവും കുറഞ്ഞത് ഒരു 30 കൊല്ലമായിട്ട് സാധാരണക്കാരൻ യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഫോണും ലാപ്ടോപ്പും. പക്ഷെ ഈ 30 കൊല്ലത്തിൽ ഒരു പ്രമുഖ ഇന്ത്യൻ കമ്പനിക്ക് പോലും ഈ മേഖലയിൽ സക്സസ്ഫുൾ ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും, ഓ ഇപ്പൊ ചൈനയിലൊക്കെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അതായത് ബാറ്ററി ഉണ്ടാക്കാനുള്ള റിസോഴ്സ് അവർക്കുണ്ട്, ചിപ്പ് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഈ പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സൗത്ത് കൊറിയയിലും ഇതൊന്നും ഇല്ല, ജപ്പാനിലും ഇതൊന്നും ഇല്ല. പക്ഷെ അവരെങ്ങനെയാണ്, സൗത്ത് കൊറിയ എങ്ങനെയാണ് ഇപ്പൊ എയുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റാലി വന്നപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ഇവര് ഇൻഗ്രീഡിയൻസ് പുറത്തുനിന്ന് ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇൻഗ്രീഡിയൻസ് ഇറക്കുമതി ചെയ്തതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ആ മേഖലയിൽ സീറോ പ്രോഗ്രസ് ആണ് ആക്ച്വലി ഇന്ത്യ കഴിഞ്ഞ 30 കൊല്ലത്തിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം? അപ്പം അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യയിൽ കാശ് ഉള്ളവരില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ സാംസങ്ങിനെ പോലെ റിസർച്ച് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അതുപോലെ കാശുള്ളവരില്ലാത്തത് കൊണ്ടാണോ? അല്ല. അപ്പം നമുക്ക് ഈ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടിക നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, 1, 2, 3 പൊസിഷനിലൊക്കെ മിക്കപ്പോഴും ഇന്ത്യക്കാർ തന്നെയാണ്. ഏഷ്യ എന്ന് പറയുമ്പോൾ അതിൽ ചൈനയൊക്കെ ഉൾപ്പെടുന്നതാണ്. ചൈനയൊക്കെ ആസ് എ കൺട്രി വൈസ് നമ്മളെക്കാളും 8 ടൈംസ് ബിഗർ ആണ്. എന്നിട്ട് പോലും അവിടെയുള്ള കോടീശ്വരന്മാരെക്കാളും ബില്യനേഴ്സിനേക്കാളും ഒരുപാട് വലിയ ബില്യനേഴ്സ് ഇന്ത്യയിലുണ്ട്. പക്ഷെ എന്നിട്ടും ഈ പറയുന്ന ന്യൂ ഏജ് ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നും അല്ലാതെ സൈഡ് ആയിട്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇപ്പൊ ആദ്യ ഭാഗത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഇപ്പം റിലയൻസിന്റെയും അദാനിയുടെയൊക്കെ ബിസിനസ് പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അദാനിക്ക് തന്നെ ഒരുപാട് പോർട്ട്ഫോളിയോ ഉണ്ട് അല്ലെ. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് അദാനി എന്റർപ്രൈസ് ഉണ്ട്, അദാനി പോർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തന്നെ അവരാണ് മാനേജ് ചെയ്യുന്നത്. അവർക്ക് സോളാർ ബിസിനസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അവർക്ക് FMCGയിലുണ്ട്, അവർക്ക് ബിസിനസ്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. പക്ഷെ ഇതെല്ലാം ജനറേഷൻ ഓൾഡ് ബിസിനസ്സുകളാണ്. ഞാൻ പറഞ്ഞ ഈ കമ്പനികളൊന്നും മോശമാണെന്നല്ല, അല്ലെങ്കിൽ ഇവരൊന്നും കാശുണ്ടാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ അദാനി പോർട്ടൊക്കെ കാശുണ്ടാക്കുന്നുണ്ട്. ഇനി റിലയൻസ്, അടുത്തത് ഇന്ത്യയിലെ ഒരു ശതകോടീശ്വരനാണ്, വലിയ കോഗ്ലോമെട്രിക് കമ്പനിയാണ്. അപ്പൊ ഇവരുടെ ബിസിനസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ബിസിനസ് ചെയ്യാത്ത ഒരു മേഖലയില്ല. എല്ലാം ജനറേഷൻ ഓൾഡ് ബിസിനസ് ആണെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ പെട്രോളിയം, അവരുടെ മേജർ സംഭവം, അതൊക്കെ ജനറേഷൻ ഓൾഡ് ബിസിനസ് ആണ്. ഇപ്പം നമ്മുടെ ജിയോ എന്ന് പറയുന്നതും ആക്ച്വലി ഇന്നത്തെ ഒരു ലീഡിങ് ടെക്നോളജി ഒന്നും അല്ല. ഈവൻ ദോ 5G ആണെങ്കിൽ പോലും ഇതെല്ലാം ഒരു ജനറേഷൻ ഓൾഡ് ബിസിനസ് ആണ്. അപ്പൊ ഈ ബിസിനസ്സുകളിലെല്ലാം അവർ കാശുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ IT കമ്പനികൾ അതിലും ശോചനീയമായ അവസ്ഥയിലാണ്. നമ്മുടെ IT കമ്പനികൾ ഒരു സമയത്ത് ഇന്ത്യയുടെ നട്ടല്ലായിരുന്നു. ഇന്ത്യക്ക് വിദേശ പണം കൊണ്ടുതരുന്നതിൽ ഒരുപാട് സഹായിച്ചിരുന്ന കമ്പനികളാണ്. പക്ഷെ നിങ്ങൾ ഈ കമ്പനികളുടെ ഫിനാൻഷ്യൽസ് കഴിഞ്ഞ ഒരു 5 വർഷം ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നതുണ്ട്, പക്ഷെ അതൊന്നും ഗ്രാജുവലി കൂടുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണോ അത് അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ലാർജ് പ്ലെയേഴ്സ് ഒന്നും തന്നെ ന്യൂ ഏജ് ടെക്നോളജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ അതെന്താന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട്. കാരണം പൊതുവെ ഇന്ത്യക്കാര്, അതിപ്പം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവിടെ കാശുള്ളവൻ കാശില്ലാന്നില്ല, നമ്മൾ ഈ റിസ്ക് എടുക്കുന്ന പരിപാടി വളരെ കുറവാണ്. ഏതെങ്കിലും സക്സസ്ഫുള്ളി പ്രൂവൺ ആയിട്ടുള്ള ബിസിനസ് ഏതെങ്കിലും കൺട്രിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ അതിൽ ചിലപ്പം വളരെ സക്സസ്ഫുൾ ആയി മാറുന്നു. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ന്യൂ ഏജ് ബിസിനസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഫ്യൂച്ചർ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഒരു 5 കൊല്ലം മുന്നേ AI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഓക്കെ AI ഈ ഒരു സ്കെയിലിൽ ഗ്രോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് റിസ്ക് ക്യാപിറ്റൽ എന്ന് വിളിക്കും പൊതുവെ നമ്മുടെ ഫിനാൻഷ്യൽ ടൈമിൽ. അപ്പൊ ഈ റിസ്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിസ്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ക്യാപിറ്റൽ ചിലപ്പം 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 15 കൊല്ലത്തേക്കോ സ്റ്റക്കായി പോയേക്കാം. അപ്പം ഈൽഡിങ് അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെ റിസ്ക് ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്നതിൽ നമ്മളുടെ കമ്പനികൾ ഒരുപാട് തോൽവിയായിരുന്നു എന്നല്ലേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള ട്രഡീഷണൽ ബിസിനസ്സുകൾ ചെയ്യുക, അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നമ്മൾ എന്തുകൊണ്ടോ മടിക്കുന്നു. നമ്മുടെ ലാർജ് ക്യാപ് കമ്പനീസ് മടിക്കുന്നു. ഇനി നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇതിലും പരിതാപകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തായ്വാനിലും ചൈനയിലും
സൗത്ത് കൊറിയയിലും യു എസിലൊക്കെ ഉള്ള സ്റ്റാർട്ടപ്പുകളുമായിട്ടാണല്ലോ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്. പക്ഷേ ഈ സക്സസ്ഫുൾ ആയ സ്റ്റാർട്ടപ്പുകൾ എന്താണ് ചെയ്യുന്നത്? പലതും ചെയ്യുന്നത് ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ, ക്വിക്ക് ഡെലിവറി ബിസിനസ്സുകൾ, അതുപോലെയുള്ള ജനറേഷൻ ഓൾഡ് ബിസിനസ്സുകളുടെ ഒരു പുതിയ പതിപ്പ്. ഫോർ എക്സാമ്പിൾ ആണ് സൊമാറ്റോ, സ്വിഗ്ഗി. സൊമാറ്റോ ഒക്കെ നിഫ്റ്റി 50 വന്ന കമ്പനിയാണ്. ഒരിടയ്ക്ക് സ്റ്റാർട്ടപ്പ് ആയിരുന്നു 2-3 കൊല്ലം മുന്നേ. പക്ഷെ ഇന്ന് നിഫ്റ്റി 50 ഉണ്ട്. ആ കമ്പനി വലുതായി. പക്ഷെ ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ ഒരു ന്യൂ ഏജ് മോഡലാണ് അവർ ചെയ്യുന്നത്, ക്വിക്ക് കൊമേഴ്സ്. ഇതൊന്നും ആക്ച്വലി ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇന്ത്യയിലുള്ള പല സ്റ്റാർട്ടപ്പുകൾ, ഇപ്പം ചായക്കട തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി മോഡലുകളിൽ, ചായ് പോയിന്റുകൾ, ചായൂസ്, ഇതെല്ലാം പലതും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും ഒരിക്കലും ന്യൂ ഏജ് ടെക്നോളജി ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതേ സമയത്ത് ചൈനയിലേക്കോ തായ്വാനിലേക്കോ ജപ്പാനിലേക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മിക്ക സ്റ്റാർട്ടപ്പുകളും ഫോക്കസ് ചെയ്യുന്നത് ന്യൂ ഏജ് ടെക്നോളജികളിലാണ്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഡീപ് സീക്ക് കണ്ടത് ചൈനയിലും. ഒരുപാടുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളുടെ ലാർജ് ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളോ ഒന്നും ഈ ന്യൂ ഏജ് ടെക്കിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്? എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റിന്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗവൺമെന്റിന് തന്നെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ സമയത്ത് എന്നുള്ള ഒരു, കാരണം ദേ ആർ പൊളിറ്റീഷ്യൻസ്, അവരെ ബാക്ക് ചെയ്യുന്നത് ബ്യൂറോക്രാറ്റ്സ് ആണ്. അപ്പൊ ഇവർക്ക് എത്രമാത്രം കാഴ്ചപ്പാടുണ്ടാവും നമുക്കറിയാം. അപ്പം ഗവൺമെന്റിന്റെ സപ്പോർട്ട്, സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം. ഈ സപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ എല്ലാ സ്റ്റാർട്ടപ്പുകളെയും നമ്മൾ ഒരിക്കലും ഒരേ രീതിയിൽ കണ്ടിട്ട് കാര്യമില്ല. നമ്മളൊരു ന്യൂ ഏജ് ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ കുറെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ സപ്പോർട്ട് ആയിക്കോട്ടെ, ഇനി അതല്ല ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കണം. ആ രീതിയിൽ വേണം സ്റ്റാർട്ടപ്പുകളെ ക്ലാസിഫൈ ചെയ്ത് കാണാനായിട്ട്. അതിപ്പോ ഒരു ചായക്കട തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പിനെയും ഒരു ചിപ്പ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിനെയും നമ്മൾ ഒരേ തുലാസിലിട്ട് കാണാൻ, അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചായക്കട തുടങ്ങുന്നത് മോശം ബിസിനസ് ആയതുകൊണ്ടല്ല. ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടെക്നോളജിയുടെ ഫ്രണ്ട് റണ്ണറായിരിക്കുമ്പോഴാണ്. അപ്പൊ അതിന് ഇങ്ങനെയുള്ള റിസ്ക് എടുക്കുന്ന ആളുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയുള്ള ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോളിസി ഗവൺമെന്റ് തലത്തിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, 30 കൊല്ലമായി ലാപ്ടോപ്പ് ടെക്നോളജി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൊബൈൽ കമ്പനിയോ ലാപ്ടോപ്പ് കമ്പനിയോ ഇല്ലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് AI ടെക്നോളജി വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നത്. ഇപ്പോ അശ്വനി വൈഷ്ണവ് ഒക്കെ പറയുന്നു അടുത്ത 10 കൊല്ലത്തിൽ നമ്മൾ 3nm ചിപ്പൊക്കെ ഡിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ ഈ 3nm ചിപ്പൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഡ്രോപ്പ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും അല്ല AI എന്ന് പറയുന്നത്. അപ്പൊ AI കമ്പനികൾ എന്ന് പറയും ബേസിക്കലി നേരത്തെ AI കപ്പാസിറ്റി ഇല്ലാത്ത ചിപ്പ് ഉണ്ടാക്കിയവർ തന്നെയാണ്. അവരാണ് പിന്നെ അതിലേക്ക് അവരുടെ ചിപ്പിലേക്ക് AI കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഉള്ള ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് പണ്ട് ലാപ്ടോപ്പുകളും അല്ലെങ്കിൽ അന്നത്തെ വേൾഡ് ലീഡിംഗ് ടെക്നോളജികൾ ഹോൾഡ് ചെയ്തിരുന്ന കമ്പനികൾക്ക് ഇന്ന് അഡ്വാൻറ്റേജ് കിട്ടിയത് AI വന്നപ്പോൾ. അപ്പൊ ഇതൊന്നും നമ്മളുടെ കയ്യിൽ ഇല്ല. ഒരു ലെഗസി ആയിട്ടുള്ള ആ ഒരു ടെക്നോളജിയുടെ ഒരു ഹോൾഡിംഗ് പവർ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ AI ടെക്നോളജിയും അതിനപ്പുറത്തേക്ക് ടെക്നോളജി വരുമ്പോഴും നമുക്ക് ശോഭിക്കാൻ സാധിക്കില്ല. നമുക്കൊരു സാംസങ് ഇല്ല ഇന്ത്യയിൽ, നമുക്കൊരു NVIDIA ഇല്ല, നമുക്കൊരു HP ഇല്ല, നമുക്ക് TSMC ഇല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഓക്കെ, ഓൾ ഓഫ് എ സഡൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ആൻ AI കമ്പനി. അത് നടക്കില്ല. അത് നടക്കില്ലെന്നല്ല, അതിന് നമുക്കൊരു എഡ്ജ് കിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി എത്ര പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ലെഗസി ആയിട്ടുള്ള ടെക്നോളജി ഹോൾഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇതിന് AI ചിപ്പിന് മുന്നേ ഉള്ള സാധാ ചിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർക്ക് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടില്ല. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടി ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന സപ്പോർട്ടുകൾ കൊടുക്കുക. ഇതൊക്കെ ഗവൺമെന്റിന്റെ ജോലിയാണ്. അതുപോലെ ഗവൺമെന്റിന് ഇങ്ങനെയുള്ള ടെക്നോളജികൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മിടുക്കരായ ആ മേഖലയിലുള്ള ആൾക്കാർ ഡയറക്ട്ലി സജഷൻസും ഉപദേശവും കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ എന്നാൽ മാത്രമേ, കാരണം നമ്മുടെ പൊളിറ്റീഷ്യൻസ് എല്ലാം ഏജ്ഡ് ഓൾഡ് പൊളിറ്റീഷ്യൻസ് ആണ് അല്ലേ. അതിപ്പം ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൊള്ളണമെന്നോ പെട്ടെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവണം. ആ കമ്മിറ്റിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റുകളോ ഈവൻ IAS ഓഫീസറുകളോ ഒന്നും ആയിരിക്കരുത്. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി CEO ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു കമ്മിറ്റി. അവർ ചിലപ്പോൾ ഈ സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും.
അപ്പൊ അവർ സമയാസമയങ്ങളിൽ നമ്മൾ ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഒരു വ്യൂ കിട്ടും. അപ്പം അടുത്ത 5 വർഷം കൊണ്ട് നമ്മളെ ഏത് മേഖലയിൽ കൂടുതൽ ക്യാപിറ്റൽ, നമ്മുടെ ബജറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഏത് മേഖലയിലാണ് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഏത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ ഏത് സ്റ്റാർട്ടപ്പുകളെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം ഗവൺമെന്റിന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, ആ ടീം എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രാറ്റുകളെ കൊണ്ട് കുത്തിയിരുത്തുന്ന ടീമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ നിങ്ങൾ വിശാൽ സിക്ക എന്ന് കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു പുള്ളി 2015, 16, 17 കാലഘട്ടങ്ങളിലെല്ലാം ഇൻഫോസിസിലെ CTO ആയിരുന്നു, അതോ CEO ആണ്, ഞാൻ ഓർക്കുന്നില്ല. ചീഫ് ടെക്നോളജി ഓഫീസർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ അന്നത്തെ വിശാൽ സിക്ക, സോ ഓഫ് കോഴ്സ് പുള്ളിക്ക് ഒരുപാട് US കമ്പനികളുമായിട്ടും അല്ലെങ്കിൽ ആ സമയത്തെ ടെക്നോളജിയുമായിട്ടും കൂടുതൽ ഈ മേഖലയിലുള്ളവർക്ക് ആ ഒരു അറിവുണ്ടാവുമല്ലോ. അപ്പൊ അന്ന് വിശാൽ സിക്ക അന്നത്തെ ഇൻഫോസിസിന്റെ ചെയർമാനായ നാരായണ മൂർത്തിയോട് ഒരു ഡിസ്കഷൻ നടത്തുകയും നമ്മൾ കമ്പനികളുടെ ഇൻഫോസിസിന്റെ ഫോക്കസ് ഇപ്പോഴത്തെ സർവീസ് ബേസ്ഡ് അല്ലെങ്കിൽ ഹെഡ് കൗണ്ട് ബേസ്ഡ് വർക്കിൽ നിന്ന് മാറി AI മാറണം എന്നുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ നടത്തിയപ്പോൾ അന്ന് നാരായണ മൂർത്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിശാൽ സിക്കയ്ക്ക് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു വിശാൽ സിക്ക ഒരു AI കമ്പനിയുടെ CEO ആണ്, ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ടോപ്പ് എൻഡ് കമ്പനികൾ പോലും റിസ്ക് എടുക്കേണ്ട സമയത്ത് തയ്യാറായില്ല. ഇൻഫോസിസിന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതിനുശേഷം ഇൻഫോസിസിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫോസിസ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 2018 ട്രേഡ് ചെയ്തിരുന്ന അതേ വാല്യൂയിലേക്ക് ഇൻഫോസിസ് എത്തി. സ്റ്റോക്ക് പ്രൈസ് ഏതാണ്ട് 50% ക്രാഷ് ചെയ്തു. അതായത് 10 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 7-8 കൊല്ലം മുന്നേ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുടെ അവസ്ഥ എന്താണ്? അവരുടെ മണി എവിടെയും എത്തിയില്ല, അവർക്ക് 0 റിട്ടേൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ബാക്ക് ബോൺ ആണ് നമ്മുടെ IT സെക്ടർ എന്ന് പറയുന്നത്, സർവീസ് ബേസ്ഡ്. ഇപ്പൊ AI വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ത്രെട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയും ഇന്ത്യയിലെ IT സെക്ടറാണ്. ബിക്കോസ് AI ഓഫ് കോഴ്സ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന IT ഔട്ട്സോഴ്സിംഗ് ജോബുകളെയൊക്കെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത ഏറെക്കുറെ സർട്ടൻ ആണ്. അപ്പൊ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ അന്നത്തെ ചെയർമാൻ പോലും സാധിച്ചില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഇപ്പോഴെങ്കിലും മാറി ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വികസിത് ഭാരത് 2047, 48 എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലേക്കൊന്നും നമ്മൾ എത്താൻ പോകുന്നതേ ഇല്ല. ഇനി നമുക്ക് ചൈനയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ചൈനയിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ചൈന ഇന്നറിയാം പല ടെക്നോളജികളിലെ ലീഡറാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് കാർ എടുത്തോ, ചിപ്പ് ഡിസൈനിങ് എടുത്തോ, മൊബൈൽ മാനുഫാക്ചറിങ് എടുത്തോ, ഇതിലൊക്കെ അവർ ലീഡറാണ്. അമേരിക്കയേക്കാൾ മുന്നിലാണ് പല മേഖലകളിലും. ഒന്ന് ആലോചിച്ച് നോക്കുക, ചൈനയിലെ ഗവൺമെന്റ്, നമ്മുടെ പലരും പറയും അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. ഓഫ് കോഴ്സ് അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് ആശയമല്ല അവിടെ നടത്തുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ചൈന നടത്തിയത്? ചൈന നടത്തിയത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മൂവ് ആണ്. അവര് ഇപ്പൊ നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നു, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യുന്നു, ഇതൊന്നും യൂസ് ചെയ്യാത്തവരുണ്ടാവില്ല. ഈ കേൾക്കുന്ന 90% ആൾക്കാരും ഇതിൽ ഏതെങ്കിലുമൊക്കെ സർവീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇതേ സർവീസുകൾ അമേരിക്ക ചൈനയ്ക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചൈന എന്ത് ചെയ്തു? വളരെ ക്ലീൻ ആയിട്ട് ഇതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ടെക്നോളജികളുടെ ഈക്വലന്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ന് വാട്സാപ്പിന് പകരം ഒരു സെറ്റപ്പ് അവിടെ വേറെയുണ്ട്, ഗൂഗിൾ മാപ്പിന് പകരമുള്ള സെറ്റപ്പ് വേറെയുണ്ട്. അങ്ങനെ എന്തെല്ലാം ടെക്നോളജിക്കൽ സോഷ്യൽ മീഡിയാസോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അമേരിക്കയിൽ വെസ്റ്റിലുണ്ടോ അതിനൊക്കെ ഈക്വലന്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക്കലി ഗ്രോൺ ആയിട്ടുള്ള സാധനങ്ങൾ ചൈനയിലുണ്ട്. ചൈന എങ്ങനെയാണ് ഇത് ചെയ്തത്? ചൈന വേണ്ട കാര്യങ്ങൾ മാത്രം ഓപ്പൺ ചെയ്തുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാം അവർ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട്, വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണ്, അതൊരു ചൈനീസ് മെയ്ഡ് ആയിരിക്കണം ചൈനക്കാർ യൂസ് ചെയ്യേണ്ടെന്ന് ചൈന അങ്ങ് തീരുമാനിച്ചു. അതുപോലെ മാപ്സ്, കാരണം നാളെ ഈ വെസ്റ്റേൺ എന്താ പറയാ ഉപരോധങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇമ്പാക്ട് ചെയ്യും. ഇപ്പൊ ഇന്ത്യ ഇതിലൊക്കെ വളറബിൾ ആണ്. നമ്മൾക്ക് വളരെ ഹൈലി ആയിട്ടുള്ള ടെക്നോളജി ഡിപ്പെൻഡൻസി ഉണ്ട് ഈ പറയുന്ന അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ആയിട്ട്. കാരണം എന്താ? നമ്മളുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, അവർ ആ സർവീസ് തരുന്നുണ്ട്, നമ്മൾ അതങ്ങ് യൂസ് ചെയ്തു. അപ്പൊ നമുക്കൊരു ത്രെട്ട് വരുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ AI നമ്മൾ പുറകിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ ഇന്ത്യക്കാരനുള്ളത്. അതത്ര നല്ല ആറ്റിറ്റ്യൂഡ് അല്ല. ഏതൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് റണ്ണർ ആവാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് മറ്റു പല രാജ്യങ്ങളിലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകാം, പക്ഷെ നമ്മുടെ ഒരു സ്കെയിലിൽ ഇല്ലാത്ത ഒരു ട്രെൻഡാണ്
പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബ്രെയിൻ ഡ്രെയിൻ ആണ്. നിങ്ങൾ ഏതൊരു മേഖല നോക്കിക്കോളൂ, അത് എഞ്ചിനീയറിംഗ് മേഖല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നോവേഷനും ടെക്കും കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് മേഖലയിലാണല്ലോ. ഈ എഞ്ചിനീയറിംഗ് മേഖല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ IT-ലോ അല്ലെങ്കിൽ അതിന് അധിഷ്ഠിതമായ ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു കമ്പനിയിൽ ഏറ്റവും പെർഫോമർ ആയിട്ടുള്ള ഒരാള് നാച്ചുറലി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ നേരെ US-ലേക്കോ യൂറോപ്പിലേക്കോ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്കോ എത്തിപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, US-ന്റെ എക്സാമ്പിൾ എടുക്കാം. US-ൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മറ്റേതെങ്കിലും രാജ്യത്ത് നല്ല വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കോഡറോ ഡെവലപ്പറോ അല്ലെങ്കിൽ ഏത് പ്രൊഫഷനോ ആയിക്കോട്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തൊരു മെക്കാനിസം ഉണ്ട്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന ആളെ ഏതെങ്കിലുമൊക്കെ രീതിയിലേക്ക് അവിടെ എത്തിക്കും. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അമേരിക്ക ആയത് തന്നെ ഈ പറയുന്ന നല്ല ബ്രെയിനുകൾ അട്രാക്ട് ചെയ്ത് തന്നെയാണ്. പല ഇന്ത്യക്കാരും ഇതിനെപ്പറ്റി ബോധവാന്മാരല്ല. അപ്പൊ നിങ്ങളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഹിസ്റ്റോറിക്കലി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലുള്ള പല ആളുകളും, പല ബെസ്റ്റ് പെർഫോമേഴ്സും കാലാകാലങ്ങളിൽ ഇങ്ങനെ കയറി പോയിട്ടുണ്ടാവും. അവരവിടെ പോയി സെറ്റിൽ ആവും, അവരുടെ ഫാമിലി ആവും, അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെ? അപ്പൊ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് IT ഫീൽഡിൽ മാത്രമല്ല, ഡോക്ടർമാരുടെ ഫീൽഡുകളിലും നഴ്സുമാരുടെ ഫീൽഡുകളിലും അതുപോലെ ഈ മറ്റ് പല കമ്പനികളുമായിട്ടും ജോയിന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊന്നും പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം എന്തുകൊണ്ടോ നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു 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 ഇന്ത്യക്കാരൻ നിലയിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടെ പൊളിറ്റീഷ്യൻസ് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഒന്നില്ലെങ്കിൽ റിലീജിയനെ പറ്റിയായിരിക്കാം, കാസ്റ്റിനെ പറ്റിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽഫെയറുകൾ, ആ സ്റ്റേറ്റ് ഇത്ര കൊടുത്തു, ഈ സ്റ്റേറ്റ് ഇത്ര കൊടുത്തു. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആണ്. അവരാ ഫ്രീ യാത്ര അർഹിക്കുന്നുണ്ടോ എന്ന് പോലും ഇവിടെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും ഓർഡിനറി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണ്ട. അപ്പം ഞാൻ പറയണത്, ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് വേണ്ടി മാത്രമല്ല ഇതിനു മുമ്പ് കിറ്റ് വിതരണം ചെയ്യുക. അത് വോട്ടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുവാണ്. അവിടെ യാതൊരു ഫിനാൻഷ്യൽസോ എക്കണോമിയോ ഒന്നും നോക്കുന്നില്ല. എന്നാൽ ഈ ഫണ്ടുകൾ ഏതെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയോ സ്റ്റാർട്ടപ്പിനോ ബിൽഡ് ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സർവം AI എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഇവരുടെ പ്രാരംഭകാലത്ത് ഫണ്ടിങ്ങിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഈ AI എന്ന് പറയുന്നതിന്റെ ഫ്യൂച്ചർ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെന്റോ സിസ്റ്റമോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഫണ്ട് കിട്ടിയില്ല. അവസാനം ഇപ്പൊ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് തോന്നുന്നു ടാറ്റയോ അങ്ങനെ ഏതോ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. കാരണം ആ സമയമായപ്പോഴേക്കും ലോകത്തിൽ പല AI കമ്പനികളും അവരുടെ ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവർ വളരെ ബിഗ് ആയി മാറിയിരുന്നു. ഇനി അവരോട് കോമ്പറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മളിങ്ങനെ മറ്റുള്ള ആളുകളെ, ഈ ജാതിനെ, ആ മതത്തിനെയൊക്കെ പ്രീണിപ്പിച്ച് സമയം കളയും. നമ്മൾ സംസാരിക്കും, നമ്മുടെ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഒരു വർഗീയ കമന്റ് ഇയാൾ പറഞ്ഞു, അതിനെ അയാൾ എതിർത്തു. ഇതെല്ലാമാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസ്ഥാനം എവിടെയെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പൊ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് നമുക്കൊരു ബോധം വേണം. നമ്മളുടെ പ്രയോറിറ്റി ഇതൊന്നും അല്ല. നമ്മളുടെ പ്രയോറിറ്റി മറ്റു പലതുമായിരിക്കണം. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതല്ലാതെ ആവശ്യമില്ലാതെ മറ്റു പല കാര്യങ്ങളിലും ഗവൺമെന്റ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കമന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി ആരോഗ്യകരമായ ഡിസ്കഷൻസ് ആവാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.